എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ മൊഡ്യൂൾ 1 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റ് 4 മൊഡ്യൂൾ 1 എഡ്യൂക്കേഷണൽ ഫിലോസഫി, മേജർ ഫിലോസഫിക്കൽ സിസ്റ്റം ഇൻ ദ ഈസ്റ്റ്, വെസ്റ്റ് എന്നിവയെല്ലാം നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എമിനൻറ്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കടന്നായിരുന്നു. എമിനൻറ്റ് തിങ്കേഴ്സിൽ നമ്മൾ ഗാന്ധിജീനെയും കണ്ടിരുന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്ത് പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റിയാണ്. ടാഗോർ എന്ന് പറയുന്ന ആ എമിനൻറ്റ് തിങ്കറിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ 1861 മുതൽ 1941 വരെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് നോബൽ ലൊറൈറ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിന് 1913 നോബൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹത്തെ നമ്മൾ ഗുരുദേവ് എന്ന് വിളിക്കാറുണ്ട്. ശാന്തിനികേതൻ എന്ന് പറയുന്ന ആ ഒരു ഫേമസ് സ്കൂള് 1901 അദ്ദേഹം സ്ഥാപിച്ചു. അതിനുശേഷം അതൊരു വേൾഡിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ പേര് വിശ്വഭാരതി എന്നായി. ശാന്തിനികേതൻ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം എബോർഡ് ഓഫ് പീസ് എന്നുള്ളതാണ്. ശാന്തിനികേതൻ എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ്. ശാന്തിനികേതൻ എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനാണ്. ഇവിടെ ഈ കമ്മ്യൂണിറ്റി സ്കൂളിൽ കാസ്റ്റിൻ്റെയോ ക്രീഡിൻ്റെയോ അങ്ങനെ യാതൊരു ഡിസ്റ്റിങ്ഷനും ഇല്ല. ഇതൊരു എഡ്യൂക്കേഷണൽ റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതൊരു സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. ഡയറി ഫാം, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ, വർക്ക്ഷോപ്പ് എന്നിവയെല്ലാം ഇതിൻ്റെ കീഴിലുണ്ട്. ഇത് ഫ്രീഡം ഓഫ് ദ മൈൻഡ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റായിട്ട് വരുന്നത്. ഇവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മദർ ടങ് ആണ്. ഒരു നാച്ചുറൽ സറൗണ്ടിങ്ങിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാനുവൽ വർക്കൊക്കെ അവിടെയുണ്ട്. ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലൈബ്രറി ഉണ്ട്. കുട്ടികൾ തന്നെ അവരുടെ ആർട്ട് ഫോംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിശ്വഭാരതി എന്ന് പറയുന്നത് വിശ്വ മീൻസ് വേൾഡ് എന്നും ഭാരതി എന്ന് പറഞ്ഞ കൾച്ചറുമാണ്. അപ്പോൾ വിശ്വഭാരതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേൾഡ് കൾച്ചർ എന്നതാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് വേർ ദ വേൾഡ് മീറ്റ്സ് അറ്റ് വൺ പ്ലേസ് എന്നുള്ളതാണ്. ടാഗോറിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ കരുതുന്നത് തന്നെ ശാന്തിനികേതൻ എന്നുള്ളതാണ്. രവീന്ദ്രനാഥ് ടാഗോറിനെ നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റായിട്ടും ഐഡിയലിസ്റ്റായിട്ടും സ്പിരിച്വലിസ്റ്റായിട്ടും ഹ്യൂമനിസ്റ്റായിട്ടും നാച്ചുറലിസ്റ്റായിട്ടും വേദാന്തിസ്റ്റായിട്ടും യൂണിവേഴ്സലിസ്റ്റായിട്ടും ഒക്കെ കരുതപ്പെടുന്നുണ്ട്. ഇൻഡിവിജ്വലിസ്റ്റായിട്ട് കരുതപ്പെടുന്നത് അദ്ദേഹം ഓരോ ഇൻഡിവിജ്വലിനും റൈറ്റ് ടൈപ്പ് ഓഫ് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ആയിട്ട് നമ്മൾ കരുതുന്നത്. ഇനി ഐഡിയലിസ്റ്റ് എന്ന് പറയുന്ന കേസിലോട്ട് വരുമ്പോഴേക്കും അദ്ദേഹം വിശ്വസിക്കുന്ന മനുഷ്യൻ ജീവിക്കേണ്ടത് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നൊരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രൂത്താണ് നമ്മളെ ബർത്തിൽ നിന്നും ഡെത്തിൽ നിന്നൊക്കെ ലിബറേറ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അബ്സല്യൂട്ട് വാല്യൂസിൽ വളരെയധികം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഒരു ഐഡിയലിസ്റ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. ഇനി സ്പിരിച്വലിസത്തിലോട്ട് വരുമ്പോൾ ഓരോ ഇൻഡിവിജ്വലും ഒരു സ്പിരിച്വൽ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളൊരു സ്പിരിച്വലിസ്റ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. ഇനി ഹ്യൂമനിസ്റ്റിലോട്ട് വരുമ്പോൾ അദ്ദേഹം ഹ്യൂമൻ ബ്രദർഹുഡ് ആയിരുന്നു പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ യൂണിറ്റിയിലും അദ്ദേഹത്തിന് വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈവൻ ഗോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാൻ ഫോർ പെർഫെക്റ്റിംഗ് ഹിസ് യൂണിവേഴ്സ് എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിനെ പെർഫെക്റ്റ് ആക്കാനായിട്ട് ദൈവം മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി ശാന്തിനികേതനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. നേച്ചറിനെ അദ്ദേഹം വലിയൊരു ടീച്ചറായിട്ടാണ് കരുതപ്പെടുന്നത്. നേച്ചറിൽ നിന്ന് വേണം കുട്ടികൾ പഠിക്കാൻ എന്നുള്ളതായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം ഒരു വേദാന്തിസ്റ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദ ഫിലോസഫിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഐ ആം ബ്രഹ്മ എന്നുള്ളൊരു കോൺസെപ്റ്റിലുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വേദാന്തിസ്റ്റായിട്ട് കരുതപ്പെടുന്നത്. പിന്നെ യൂണിവേഴ്സലിസ്റ്റാണ്. അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡിന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ വർക്കിലോട്ട് വരുന്ന സാധന മൈ സ്കൂൾ, ഗ്രേറ്റ് ഇന്ത്യ, ദ ഗാർഡനർ, ക്രിയേറ്റ് യൂണിറ്റി, പേഴ്സണാലിറ്റി, ഫുഡ് ഗ്യാതറിംഗ്, ഗീതാഞ്ജലി എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത്. ഇനി പില്ലേഴ്സിലോട്ട് വരുമ്പം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ തോട്ട് അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫിൻ്റെ റിഫ്ലക്ഷനാണ്.
അദ്ദേഹത്തിൻ്റെ നേച്ചറിനോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിളായിട്ട് വന്നിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ എഡ്യൂക്കേഷണൽ ഐഡിയാസ് എന്ന് പറയുന്നത് ഭയങ്കര ഡൈനാമിക്കും അതുപോലെ തന്നെ റിയലിസ്റ്റിക്കുമാണ്. അതായത് റിയൽ ലൈഫിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഐഡിയാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന പില്ലേഴ്സ് എന്ന് പറയുന്നത് ഫ്രീഡം, ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ, ആക്റ്റീവ് കമ്മ്യൂണിയൻ വിത്ത് നേച്ചർ ആൻഡ് മാൻ, ഇൻ്റർനാഷണലിസം എന്നിവയാണ്. ഇനി ഫ്രീഡം എന്ന് പറയുമ്പം ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം എന്നുള്ള ഒരു വിശ്വാസം ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ്. അതായത് കുട്ടികൾക്ക് ഫ്രഷ് എയർ നമ്മൾ കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എഡ്യൂക്കേഷണൽ ഫീൽഡിലോട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഫ്രീഡം നൽകണം, അതുപോലെ തന്നെ ഒരു ഓപ്പൺ എൻവയോൺമെൻറ്റ് നൽകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ എടുക്കുമ്പോൾ അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ സ്കൂളിന് പുറത്തായിരുന്നു. അതായത് ഒരു ക്ലാസ് മുറികളുടെ അപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ ക്ലാസ് മുറികൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം കൂടുതൽ പഠിച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹം കുട്ടീനെ വിശ്വസിപ്പിക്കുന്നത് കുട്ടി ഒരു ബേർഡിനെ കണക്ക് ഫ്രീ ആയിരിക്കണം, അതായത് ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് സ്കൈയിലൂടെ പറന്ന് നടക്കുന്ന ഒരു ബേർഡിനെ പോലെ ആയിരിക്കണം കുട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളായിട്ട് തന്നെ നിലകൊള്ളേണ്ടത് ഫ്രീഡമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി രണ്ടാമത് വരുന്ന കാര്യമാണ് ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനിലും അല്ലെങ്കിൽ ഓരോ കുട്ടിയിലും ഒത്തിരി പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കുട്ടികളിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള എബിലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുകയും പുറത്തു കൊണ്ടുവരികയും ഒക്കെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കരിക്കുലത്തിൽ ആർട്സ്, ക്രാഫ്റ്റ്സ്, മ്യൂസിക്, പെയിൻറ്റിങ്, ഡ്രോയിങ്, ഡ്രാമാറ്റിക്സ് എന്നിവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് നേച്ചർ ആൻഡ് മാൻ. അതായത് നേച്ചറിനോടും മനുഷ്യനോടുള്ള ആക്റ്റീവ് കമ്മ്യൂണിക്കേഷനെയാണ് അദ്ദേഹം അടുത്ത പില്ലറായിട്ട് കരുതപ്പെടുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ നമ്മൾ നാച്ചുറൽ സറൗണ്ടിങ്സിൽ വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എന്നുള്ളതാണ്. നേച്ചറിലും മാനിലുമാണ് ദൈവം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേച്ചറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. മാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ ലവ്, സിമ്പതി, ഫെല്ലോ ഫീലിംഗ്, കോപ്പറേഷൻ എന്നിങ്ങനെയുള്ള സോഷ്യൽ വെർച്യൂസും നിർബന്ധമായിട്ടും ഒരു മനുഷ്യൻ അക്വയർ ചെയ്തിരിക്കണം എന്നും ടാഗോർ പറയുന്നുണ്ട്. ലാസ്റ്റ് വരുന്ന പില്ലറാണ് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. കാസ്റ്റ്, കളറ്, ക്രീഡ്, സെക്സ് എന്നിവയെല്ലാത്തിനുപരിയായിട്ട് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഫാദർ എന്ന് പറയുന്നത് ദൈവമാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ബ്രദേഴ്സുമാണ്. അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡാണ് അദ്ദേഹം ഇതുവഴി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് ഈ വേൾഡിലെ എല്ലാ മനുഷ്യന്മാരും തമ്മിലൊരു യൂണിറ്റി ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. സോ നമ്മളെല്ലാവരും തമ്മിലൊരു യൂണിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം ഇൻ്റർനാഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നാലുമാണ് ടാഗോറിൻ്റെ പില്ലേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ടാഗോറിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഫിലോസഫി ഓഫ് ഹ്യൂമനിസം എന്നുള്ളതാണ്. ഫിലോസഫി ഓഫ് ഹ്യൂമനിസത്തിലെ ഹ്യൂമൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ഹ്യൂമൻ സർവീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്നിവയുമെല്ലാമാണ് ടാഗോർ പറയുന്നത്. സിന്തസിസ് ഓഫ് കൾച്ചർ, അതായത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ സിന്തസിസാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്ന ട്രൂ കൾച്ചറാണ്. ടാഗോർ പറയുന്ന റിയൽ എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ റിയൽ എഡ്യൂക്കേഷനിലൂടെയാണ് നമുക്ക് ഒരു ഹാർമണി, നമ്മുടെ എക്സിസ്റ്റൻസൊക്കെ ആയിട്ടൊരു ഹാർമണിയിൽ ജീവിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളുമായിട്ടൊരു ഹാർമണിയസ്, അതൊരു നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഹാർമോണിക് നേച്ചറായിരിക്കണം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഒരു യൂണിവേഴ്സൽ റിലീജിയനിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അതായത് മനുഷ്യർ തമ്മിലൊരു ഹാർമണി വേണം, അതുപോലെ തന്നെ യൂണിവേഴ്സ് തമ്മിലും ഒരു ഹാർമണി വേണം. അങ്ങനെ നമ്മളൊരു യൂണിവേഴ്സൽ റിലീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നാണ് ടാഗോർ പറയുന്നത്. അദ്ദേഹം ബ്രഹ്മയിൽ ബിലീവ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു വേദാന്തിക് ഐഡൻറ്റിലിസ്റ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുപ്രീം ബീയിങ്, അതായത് ബ്രഹ്മയിൽ വിശ്വസിച്ചിരുന്നു. നേച്ചറിൻ്റെ വേരിയസ് മാനിഫെസ്റ്റേഷനിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ബ്രഹ്മേനെയാണെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ ബ്രഹ്മ എല്ലാ തിങ്സിനും അല്ലെങ്കിൽ എല്ലാ ഫോംസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കേണ്ടത് അൾട്ടിമേറ്റ് ട്രൂത്തിന് വേണ്ടിയാണ്. അതായത് ട്രൂത്ത്, ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ അൾട്ടിമേറ്റ് ട്രൂത്തിന് വേണ്ടി ജീവിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഡെത്തിൻ്റെ ആ ഒരു ബോണ്ടേജിൽ നിന്ന് നമുക്ക് ലിബറേറ്റ് ചെയ്യാനും അങ്ങനെ ദൈവവുമായിട്ട് നമുക്ക് ഒന്നിക്കാനും ദൈവവുമായിട്ട് നമുക്ക് ഒരുമിച്ചൊരു ജീവിതം സ്വന്തമാക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മനുഷ്യൻ്റെ ഒരു ശരിയായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലൈസ് ചെയ്യുന്നത്
ദൈവവും നമ്മുടെ സോളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൂടെയാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ലവ്, യൂണിവേഴ്സലിസം എന്നീ കാര്യങ്ങളെയാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ലൈഫിൻ്റെ കോർ, അതായത് മെയിൻ എലമെൻ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ ക്രക്സ് എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് ഫ്രം നേച്ചർ ആൻഡ് ലൈഫ്, അതായത് ജീവിതത്തിൽ നിന്നും നേച്ചറിൽ നിന്നും പ്രകൃതിയിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു യൂണിറ്റി കണ്ടിരുന്നു. അതുപോലെ തന്നെ നേച്ചറിൻ്റെ കാര്യം എടുക്കുമ്പം അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികൾ പഠിക്കേണ്ടത് ടൗണിൽ അല്ല, അതായത് പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരുന്ന് വേണം കുട്ടി പഠിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നാഷണൽ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് വേണം എഡ്യൂക്കേഷൻ കൊടുക്കാൻ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ നാഷണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് വേണം കൊടുക്കാൻ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി എയിംസ് ഓഫ് എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോൾ മോറൽ ആൻഡ് സ്പിരിച്വൽ എയിം എന്നുള്ളതാണ് ആദ്യം വരുന്നത്. അതായത് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് മോറലും സ്പിരിച്വൽ ആസ്പെക്ട്സുകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ചൈൽഡിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ ഡെവലപ്മെൻറ്റിനെ എംഫസൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്നർ ഫ്രീഡം അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്നർ പവർ, എൻലൈറ്റ്മെൻറ്റ് എന്നിവയ്ക്കെല്ലാം നമ്മൾ എംഫസൈസ് കൊടുക്കണം. ശാന്തിനികേതൻ തുടങ്ങാനുള്ള വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോയ്സിനൊരു സ്പിരിച്വൽ കൾച്ചർ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് കുട്ടികളുടെ ഉള്ളിലൊരു അൺഫ്ലിഞ്ചിങ് ആയിട്ടുള്ളൊരു ഫെയ്ത്ത്, സ്പിരിച്വൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇനി ഫിസിക്കൽ ഡെവലപ്മെൻറ്റിലോട്ട് വരുമ്പോൾ ടാഗോർ കുട്ടികളുടെ ഫിസിക്കൽ വെൽബീയിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തതാണ് അതായത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ. അത് എഡ്യൂക്കേഷൻ നേച്ചർ അദ്ദേഹം കൊടുത്തു. അതായത് പ്ലേ ആക്ടിവിറ്റീസ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഡാൻസിങ്ങിന് പ്രാധാന്യം കൊടുത്തിരുന്നു, എക്സസൈസിന് പ്രാധാന്യം കൊടുത്തിരുന്നു, ബോഡി ആൻഡ് സെൻസറിങ് ട്രെയിനിങ്ങിനൊക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു. നമ്മുടെ ഈ മാറി വരുന്ന വെതർ കണ്ടീഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഹെൽത്ത് ഹസാർഡ്സൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെയായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഫോർ ബോഡി എന്നുള്ളത് വളരെ നെസസറി ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതായത് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമാണ് ഇതൊക്കെയായിട്ട് നമ്മുടെ ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ് അടുത്തത്. അദ്ദേഹം ഈ പ്രിവെയിലിംഗ്, അതായത് എക്സിസ്റ്റ് ചെയ്തിരുന്ന ആ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ വളരെയധികം എതിർത്തു. അതായത് ബുക്കിഷ് ആയിട്ടുള്ള, മെത്തേഡിക്കലായിട്ടുള്ള, എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അദ്ദേഹം വളരെയധികം എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികൾ ഇൻഡിപെൻഡൻറ്റ് എഫേർട്ടിലൂടെ ഐഡിയാസ് അക്വയർ ചെയ്യണം, കുട്ടികളുടെ ക്യൂരിയോസിറ്റി വളർത്തണം, മൈൻഡിൻ്റെ ഓൾട്ടർനെസ്, അതുപോലെ തന്നെ കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത്. ഒരു മെമ്മറി സ്റ്റോറേജ് ആയിരിക്കരുത് എഡ്യൂക്കേഷൻ എന്ന് അദ്ദേഹം പറയുന്നു. പകരം കുട്ടികളുടെ തിങ്കിങ്, ഇമാജിനേഷൻ എന്നിവയെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു ലവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈസ്റ്റേൺ കൾച്ചറിൻ്റെയും വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു സിന്തസിസ് ആയിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇൻ്റർ കൾച്ചറായിട്ടുള്ളത് ഇൻ്റർ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത് ബ്രഹ്മനാണ് ഓൾ ക്രിയേഷൻ്റെ സോഴ്സ് എന്ന് പറയണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈക്വലാണ്, നമ്മളെല്ലാവരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സോഷ്യൽ സർവീസിനെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. അത് നമ്മുടെ സെൽഫിൻ്റെ റിയലൈസേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നും അദ്ദേഹം കണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഡിക്റ്റമായിരുന്നു സർവീസ് ടു മാൻ ഈസ് ദ സർവീസ് ടു ഗോഡ്. അതായത് നമ്മളൊരു മനുഷ്യനെ സർവീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന സർവീസ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു സർവീസ് പോലെയാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി എഡ്യൂക്കേഷൻ ഫോർ ദ ഫുൾനെസ് ആണ് അടുത്തതായിട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എയിം ഓഫ് എഡ്യൂക്കേഷൻ അനുസരിച്ച് എല്ലാ ഹ്യൂമൻ ഫാക്കൽറ്റീസിൻ്റെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള, ഒരു സൗഹൃദമായിട്ടുള്ള, ഒരു മൊത്തമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആയിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ എയിമായിട്ട് കരുതപ്പെടുന്നത്. അതായത് ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ
ഒരു കാര്യം പോലും അവോയ്ഡ് ചെയ്യാണ്ട് അവൻ്റെ ഒരു ഫുൾ ഡെവലപ്മെൻറ്റിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ഒരു എയിമായിട്ട് കണ്ടിരുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് ഐഡിയൽസ് ഓഫ് ലൈഫായിട്ടുള്ള ട്രൂത്ത്, ബ്യൂട്ടി, ഗുഡ്നെസ് എന്നിവയെല്ലാം കുട്ടി ആർജിച്ചെടുക്കണം. അതായത് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളും കുട്ടി അച്ചീവ് ചെയ്യണം എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മനുഷ്യൻ്റെ യൂണിറ്റി, അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു യൂണിവേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം അല്ലെങ്കിൽ ഹ്യൂമൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എഡ്യൂക്കേഷനിലൂടെ റിയലൈസ് ചെയ്യണം എന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ഈസ്തെറ്റിക് നേച്ചറും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതായത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിക്കും ഈസ്തെറ്റിക് നേച്ചറിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നു. സോ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നും അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കരിക്കുലം എന്ന് പറയുന്നത്. ടാഗോർ വിഭാവനം ചെയ്ത ആ ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് കരിക്കുലമാണ്. അത് കുട്ടികളുടെ ഈസ്തെറ്റിക് ആയിട്ടുള്ളത്, ക്രിയേറ്റീവ് ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, വൊക്കേഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്കൂള് ശാന്തിനികേതനിൽ കുട്ടികളുടെ വേരിയസ് ക്ലാസ്സസിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളുടെ ആ ഒരു പെർഫോമിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വളർത്താനായിട്ട്. കുട്ടിയുടെയും സൊസൈറ്റിയുടെയും നീഡ്സ് ഒരുപോലെ ക്യാറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കരിക്കുലം പ്രസൻറ്റ് ചെയ്യേണ്ടത്. കുട്ടികളുടെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. സ്പിരിറ്റ് ഓഫ് നാഷണലിസം, ഇൻ്റർനാഷണലിസവും അത് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയും വേണം എന്നുള്ളതും അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. പിന്നെ കുട്ടികളെ മദർ ടങ് ഉപയോഗിച്ച് വേണം പഠിപ്പിക്കാൻ. അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും മദർ ടങ് ആയിരിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് ക്രാഫ്റ്റ്സ്, ഫൈൻ ആർട്സ്, മ്യൂസിക്, ഡാൻസ്, ഗാർഡനിങ്, കുക്കിംഗ്, ഫീൽഡ് സ്റ്റഡി എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ ലാംഗ്വേജ്, ലിറ്ററേച്ചർ, മദർ ടങ്, മറ്റ് ഇന്ത്യൻ ഭാഷകൾ, ഇംഗ്ലീഷ്, ജർമ്മൻ, ലാറ്റിൻ, ഫ്രഞ്ച് തുടങ്ങിയ ഫോറിൻ ലാംഗ്വേജസുകളൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ നമ്മുടെ സയൻസ് സബ്ജക്റ്റ് മാത്സ്, ഹിസ്റ്ററി, സിവിക്സ്, ജോഗ്രഫി, എക്കണോമിക്സ്, സോഷ്യോളജി, റിലീജിയസ് സ്റ്റഡീസ്, ഫിലോസഫി, സൈക്കോളജി എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ സ്കൾപ്ചർ, പെയിൻറ്റിങ്, ഡിസൈനിങ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. ആർട്സ്, മ്യൂസിക്, പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്ട്സിൻ്റെ സ്റ്റഡീസ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഗാർഡനിങ് എന്നിവയെല്ലാം ടാഗോർ അദ്ദേഹത്തിൻ്റെ കരിക്കുലത്തിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. ടാഗോറിൻ്റെ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ അകത്ത് എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഒരു ഡിബേറ്റ്സും ഡിസ്കഷനും ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡും ആക്ടിവിറ്റി മെത്തേഡും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുട്ടികളോട് ഒരിക്കലും സംസാരിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളോട് എന്തെങ്കിലും എഴുതാനോ പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹം എഴുതുകയും കമ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളോട് അവരുടെ സ്പെഷ്യൽ ലിറ്ററി ഈവനിങ്ങിൽ അവരുടെ തന്നെ വർക്കുകൾ റീഡ് ചെയ്യാനും അതായത് അവരെഴുതിയ വർക്കുകളൊക്കെ റീഡ് ചെയ്യാനായിട്ട് അദ്ദേഹം എൻകറേജ് ചെയ്തിരുന്നു. ലേണിംഗ് എന്ന് പറയുന്നത് ആ ഈറ്റിംഗ് പോലുള്ളൊരു പ്രോസസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ടാഗോർ മദർ ടങ്ങിനാണ് വളരെയധികം പ്രാധാന്യം കൊടുത്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതായത് ആ മൈൻഡ് പെട്ടെന്ന് ക്വിക്കൻ ചെയ്യും. അതായത് മദർ ടങ്ങിൽ പഠിപ്പിച്ച് കഴിഞ്ഞാലാണ് പെട്ടെന്ന് അതൊരു ഇൻസൈറ്റൊക്കെ കുട്ടികൾക്ക് കിട്ടത്തുള്ളൂ. ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് പോലുള്ളൊരു പ്രോസസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്, ആ ഈറ്റിംഗ് പോലുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ലേണിങ്ങിലും യൂസ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മദർ ടങ്ങിൽ നമ്മൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു ഭാഷകളെ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അതായത് ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജുകൾ ഒരിക്കലും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അതിനും അതിൻ്റേതായ പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പക്ഷേ മദർ ടങ്ങിൽ പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികൾ പെട്ടെന്ന് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ നമ്മുടെ മദർ ടങ്ങിൽ പഠിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മദർ ടങ്ങിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തത്. എന്നാൽ അദ്ദേഹം മറ്റു ഭാഷകളെ മറ്റു സബ്ജക്റ്റുകളെ തള്ളിക്കളയുന്നുമില്ല. കുട്ടികളുടെ ഇൻട്രസ്റ്റ്, നീഡ്സ്, എബിലിറ്റി, മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്നിവയെല്ലാം ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മെത്തേഡ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹം ബുക്കിഷ് ആയിട്ടുള്ള, മെക്കാനിക്കലായിട്ടുള്ള, സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം ഓഫ് ടീച്ചിങ്ങിനെ വളരെയധികം എതിർത്തിരുന്നു. അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി, ഇൻഡിപെൻഡൻറ്റ് എഫേർട്ട് എന്നിവയൊക്കെയാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അൺഫെമിലിയർ ആയിട്ട് പഠിക്കണം, അതുപോലെ തന്നെ നോണിൽ നിന്ന് അൺനോൺ പഠിപ്പിക്കണം. അങ്ങനെയുള്ള മാക്സിംസ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ജോയും
ഉൾപ്പെടുന്ന സന്തോഷം എക്സ്റ്റസി ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തി വേണം, അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് വേണം പഠിപ്പിക്കാൻ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് നാച്ചുറൽ സറൗണ്ടിങ്ങിലായിരിക്കണം. അവിടെ ഫ്രീഡവും ക്രിയേറ്റിവിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. പിന്നെ അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരാശയമാണ് ടീച്ചിങ് വൈൽ വോക്കിംഗ് എന്നുള്ളത്. അതായത് ടീച്ചിങ് വൈൽ വോക്കിംഗ് എന്നുള്ളതാണ്, നടന്നുകൊണ്ട് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിട്ട് അദ്ദേഹം കരുതപ്പെടുന്നത്. പിന്നെ അതിന് ഡിസ്കഷൻ, ആക്ടിവിറ്റി, ലേണിംഗ് ബൈ ഡൂയിങ് എന്നീ മെത്തേഡുകൾക്കുള്ള വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. നമ്മുടെ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷനിൽ ആദ്യമായിട്ട് സോഷ്യൽ സർവീസ് ഇൻക്ലൂഡ് ചെയ്തും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശാന്തിനികേതനിൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എപ്പോഴും പില്ലേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നും ടാഗോർ പറയുന്നുണ്ട്. അതായത് ഫ്രീഡം, ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ, ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് നേച്ചർ ആൻഡ് മാൻ, ഇൻ്റർനാഷണലിസം എന്നിവയെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മെത്തേഡ്സ് തിരഞ്ഞെടുക്കാൻ എന്നും ടാഗോർ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം എക്സ്കർഷനും ടൂറുകളും ഒക്കെ കണ്ടക്ട് ചെയ്യണം, അതിൽ കൂടെ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ഡ്രാമാറ്റൈസേഷൻ, പ്രോജക്റ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നിവയൊക്കെ അദ്ദേഹം വളരെയധികം ഫേവർ ചെയ്തിരുന്ന മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങുകളാണ്. ഇനി ഡിസിപ്ലിനിലോട്ട് വരുമ്പോൾ ടാഗോർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ കരുതപ്പെടുന്ന ഒരു ഓപ്പൺ ഹൗസായിട്ടാണ്. അവിടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും വൺ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു ഡെഡ് കേജ് പോലെ ആകരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഐ നെവർ സെഡ് ടു ദം ദാറ്റ് ഡോണ്ട് ഡൂ ദിസ് ഓർ ഡോണ്ട് ഡൂ ദാറ്റ്. അതായത് ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നിങ്ങനെ അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. അവരുടെ തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, അവരുടെ അഫയേഴ്സ് അവർ തന്നെ മാനേജ് ചെയ്യുന്ന രീതിയിൽ അവരെ എൻകറേജ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കുട്ടികൾക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റി ഡിസ്കവർ ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോർപ്പറൽ പണിഷ്മെൻറ്റിനെ അദ്ദേഹം വളരെയധികം എതിർത്തിരുന്നു. അതായത് റിജിഡ് ഡിസിപ്ലിൻസിനെയൊക്കെ അദ്ദേഹം വളരെയധികം എതിർത്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രീ ഡിസിപ്ലിനെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. ഈ ഡിസിപ്ലിൻ എന്നുള്ളൊരു കാര്യം നമ്മൾ ഇമ്പോസ് ചെയ്യേണ്ടതല്ല, കുട്ടികൾ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ആക്ടിവിറ്റീസിലൂടെയും ഈ സോഷ്യൽ സർവീസിലൂടെയും ഒക്കെ കുട്ടികളിലെ ആ ഒരു ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ തന്നെ കുട്ടികൾ ഉണ്ടായി വരുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ടീച്ചറിൻ്റെ റോളിന് വളരെയധികം പ്രാധാന്യം ടാഗോർ കൊടുത്തിരുന്നു. ടീച്ചർ കാർഡിനൽ വാല്യൂസിൻ്റെ ഐഡിയാസിൻ്റെ ഒക്കെ ഒരു എംബഡിമെൻ്റ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ടീച്ചർ ഒരു ഫ്രണ്ട് ആയിരിക്കണം, ഫിലോസഫർ ആയിരിക്കണം, ഗൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയും ടീച്ചറും തമ്മിലൊരു ഫ്രണ്ട്ലി നേച്ചർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു ലാമ്പ് അതിൻ്റെ തന്നെ ഫ്ലെയിമിൽ ബേൺ ചെയ്താൽ മാത്രമാണ് അതിന് മറ്റൊരു ലാമ്പിനെ ലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു ടീച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടീച്ചർ കുട്ടികളെ എപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ഇംപ്രൊവൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികൾക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ടീച്ചർ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ടീച്ചറിൻ്റെ മൈൻഡും കുട്ടികളുടെ മൈൻഡും തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടതും ടീച്ചറിൻ്റെ കടമയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കോൺട്രിബ്യൂഷനിലോട്ട് വരുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറയുന്നത് ഈസ്റ്റ്, വെസ്റ്റ്, അൻഷ്യൻറ്റ്, മോഡേൺ, സയൻസ്, വേദാന്ത ഇതിവയുടെ എല്ലാത്തിൻ്റെ ഒരു കൾമിനേഷനാണ്, ഒരു കോമ്പിനേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വിശ്വഭാരതി, ശാന്തിനികേതൻ എന്നിവയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റൊക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിദ്യാഭ്യാസ രീതിക്ക് നേച്ചറിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ നേച്ചറിൻ്റെ മടിത്തട്ടിലിരുന്ന് വേണം പഠിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികളുടെ മോറൽ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് നേച്ചർ ഒരു പവർഫുൾ ഏജൻസിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ബ്രഹ്മചര്യയെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ഈസ്തറ്റിക് നേച്ചറിനും ക്രിയേറ്റിവിറ്റിക്കും ഇത്രയധികം പ്രാധാന്യം കൊടുത്ത വേറൊരു എഡ്യൂക്കേഷനിസ്റ്റും മോഡേൺ ഇറയിലില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്രയും കൂടുതൽ കുട്ടികളുടെ ഈസ്തറ്റിക് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നേച്ചറിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. സോ ഇതാണ് ടാഗോറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. മെയിൻ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ശാന്തിനികേതൻ അതുപോലെ തന്നെ വിശ്വഭാരതി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്കൂളുകൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഏഷ്യയിലെ ആദ്യത്തെ നോബൽ ലോറൈറ്റാണ്.
ഫ്രീഡം, ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ, ആക്റ്റീവ് കമ്മ്യൂണിയൻ വിത്ത് നേച്ചർ ആൻഡ് മാൻ, ഇൻ്റർനാഷണലിസം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലോട്ട് വരുമ്പോൾ സിന്തസിസ് ഓഫ് കൾച്ചർ, ട്രൂ കൾച്ചറും, ഹാർമണി വിത്ത് ഓൾ തിങ്സ്, ലവ് ആൻഡ് യൂണിവേഴ്സലിസം, ലേണിംഗ് ഫ്രം നേച്ചർ എന്നിവയൊക്കെയാണ്. ഇനി എയിം ഓഫ് എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോൾ സ്പിരിച്വൽ, മോറൽ, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന്, ഇൻ്റർനാഷണൽ ബ്രദർഹുഡിന് ഒക്കെ അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തു. പിന്നെ ഐഡിയൽസ് ആയിട്ട് ട്രൂത്ത്, ബ്യൂട്ടി, ഗുഡ്നെസ് എന്നിവയുടെ ഡെവലപ്മെൻറ്റിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള കരിക്കുലമാണ്. എല്ലാ സബ്ജക്റ്റുകളും ആർട്സും എല്ലാം അതിൻ്റെ അകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടിരുന്നു. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനോട്ട് വരുമ്പം അദ്ദേഹം ആക്ടിവിറ്റി, ഡിസ്കഷൻ മെത്തേഡ്, ഡിബേറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ മാക്സിംസിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ടീച്ചിങ് വൈൽ വാക്കിംഗ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ മെയിനായിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സർവീസിനും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തു. കുട്ടികൾക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റി ഡിസ്കവർ ചെയ്യാനായിട്ട് കൊടുക്കണം. കോർപ്പറൽ പണിഷ്മെൻറ്റിനെ എല്ലാം അദ്ദേഹം വളരെയധികം എതിർത്തിരുന്നു. ടീച്ചറിന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ടീച്ചർ എല്ലാ വാല്യൂസും ഉള്ളൊരു വ്യക്തിയായിരിക്കണം, ഫ്രണ്ട് ആയിരിക്കണം, ഫിലോസഫർ ആയിരിക്കണം, കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കോൺട്രിബ്യൂഷനിലോട്ട് വരുമ്പം ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും അൻഷ്യൻ്റെയും മോഡേണിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ ഒരു കൾമിനേഷൻ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രീതി. അങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതിയാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. നേച്ചറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന, ബ്രഹ്മചര്യക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ രീതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നമ്മൾ ഈ ഒരു ടാഗോറിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടും ഫിലോസഫി എന്നൊക്കെ പറയണത് അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫിൻ്റെ റിഫ്ലക്ഷനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ നേച്ചറിനോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ മറ്റു മനുഷ്യരോടുള്ള ആ ഒരു പരിഗണനയും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പിളിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ. സോ അതിനെയെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രീതി മുമ്പോട്ട് വെച്ചത് തന്നെ. സോ ഇതൊക്കെയാണ് നമ്മൾ ടാഗോറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്